നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ജോഗ്രഫിയുടെ തേർഡ് ചാപ്റ്റർ ആയ ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷൻസ് ആണ്. ക്വസ്റ്റ്യൻ കൂടുതലും മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. സോ ഏതാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ്, സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ കുറിച്ചാണ്. റൈറ്റ്, മനുഷ്യ മൂലധന രൂപീകരണത്തെ കുറിച്ചാണ്. സോ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ 2 അല്ല, നമുക്ക് 5 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ 5 ഘടകങ്ങൾ ഏതൊക്കെ? ഈ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി എക്സാമിന് ചോദിക്കാൻ ഷുവറായിട്ട് ചോദിക്കും. റൈറ്റ്, കാരണം ഈ ചാപ്റ്റർ അധികം ചോദ്യങ്ങൾ ചോദിക്കാനില്ല. അപ്പൊ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ എഴുതണം നമുക്ക് നോക്കാം. ആദ്യമേ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കാം. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ആക്സസ് ടു ഇൻഫർമേഷൻ. റൈറ്റ്, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിൽ പരിശീലനം, കുടിയേറ്റം ആൻഡ് ദെൻ വിവര ലഭ്യത മുതലായവയാണ്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അവിടെ എഴുതേണ്ടി വരും. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഹെൽപ്ഫുൾ ആകുന്നത്? ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കാനായിട്ട് മാറി മാറി വരുന്ന ടെക്നോളജീസ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോളോ അപ്പ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. സോ എന്തെഴുതാൻ പറ്റും, മോഡേൺ ടെക്നോളജീസ് എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ത്രൂ എഡ്യൂക്കേഷനിലൂടെ സാധ്യമാവുകയുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാങ്കേതിക വിദ്യ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അക്യൂർ ബെറ്റർ ജോബ്സ്, സാങ്കേതിക വിദ്യ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെങ്കിലേ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. നല്ല ജോലിയിൽ പ്രവേശിച്ചാലേ നല്ല വരുമാനം കിട്ടുള്ളൂ, കൂടുതൽ വരുമാനം നേടാനായിട്ട് സാധിക്കുള്ളൂ. റൈറ്റ്, സോ ഏൺ മോർ ഇൻകം. സോ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കണം, അഡ്വാൻസ് നല്ല ജോലിയിൽ കയറണം ആൻഡ് ദെൻ ഏൺ മോർ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. സെക്കൻഡ് ഫാക്ടർ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഹെൽത്ത്. എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത്? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. എന്തൊക്കെയാണ് വരുന്നത്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, ശാരീരികവും മാനസികവും അതുപോലെ എന്താണ് സോഷ്യൽ. റൈറ്റ്, ഫിസിക്കലി മാത്രം ഫിറ്റ് ആയി പോരാ, മെന്റലി നമ്മൾ ഫിറ്റ് ആകണം. ആൻഡ് ദെൻ എന്ത് ചെയ്യണം, സോഷ്യൽ വെൽബീങ്, സാമൂഹികപരമായി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അല്ലെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് അനുയോജ്യമായിരിക്കണം. നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, സോ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ഉണ്ടെങ്കിലേ ഹെൽത്ത് ഉള്ളൂ. ഹെൽത്ത് ഉണ്ടെങ്കിലേ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. റൈറ്റ്, യെസ്. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഡിക്രീസ് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഉത്പാദനക്ഷമത അവിടെ കുറേ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിയിൽ കൃത്യമായിട്ട് നമുക്ക് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെ, നമ്മുടെ ഔട്ട്പുട്ട് അവിടെ കുറയും. ഓക്കെ, ഷോസ് ഡൗൺ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അവിടെ കുറയും, ഔട്ട്പുട്ട് അവിടെ കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. റൈറ്റ്, സോ നെക്സ്റ്റ് ഫാക്ടർ ഏതാണ്? മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം. ഓക്കെ, അപ്പോൾ മൈഗ്രേഷനിൽ എന്താണ് വരുന്നത്? മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി താമസിക്കുന്നു. ഓക്കെ, അങ്ങനെ പോകുന്നത് ഒന്നെങ്കിൽ പെർമനന്റ് ആകാം അല്ലെങ്കിൽ ടെമ്പററി ആകാം. അതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈഗ്രേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി, ഗവൺമെന്റ് ഒബ്സർവ് ചെയ്യണം ഈ മൈഗ്രേഷൻ ഹെൽപ്ഫുൾ ആണോ. ഓക്കെ, അതിപ്പോൾ ഡെവലപ്ഡ് അല്ലാത്തൊരു ഏരിയയിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ ഏരിയസിൽ പോയി താമസിച്ച് അവിടെ ജോലി ചെയ്ത് ഇൻകം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ മൈഗ്രേഷൻ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള ആളുകൾ പുറത്ത് പോയി താമസിച്ചിട്ട് അവർ സ്ഥിരമായി താമസിക്കുക, തിരിച്ചു വരുന്നേ ഇല്ലെങ്കിലോ, നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലാണ് വേറൊരു രാജ്യത്തേക്ക് പോയത്. റൈറ്റ്, അങ്ങനെയുള്ള മൈഗ്രേഷൻ ഹെൽപ്ഫുൾ ആണോ? അല്ല. സോ ഗവൺമെന്റ് എൻഷുർ ചെയ്യണം മൈഗ്രേഷൻ എന്ന് പറയുന്ന കാര്യം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. റൈറ്റ്, ഇപ്പോൾ വില്ലേജിൽ നിന്നുള്ള ആളുകൾ അർബൻ ഏരിയസിൽ വന്ന് ജോലി ചെയ്യുന്നു. അപ്പോൾ അത്രയും ഇൻകം കിട്ടുകയാണ്, അവർ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആവുകയാണ്, അവർ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലിയിലോട്ട് ഇൻകം ചെല്ലുമ്പോൾ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം. സോ മൈഗ്രേഷൻ ഏത് തരത്തിലാണ് ആകുന്നത്, ഹെൽപ്ഫുൾ ആണോ അതെയോ ദോഷകരമാണോ എന്നുള്ള കാര്യം ഗവൺമെന്റ് എൻഷുർ ചെയ്യണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ടു ഒബ്സർവ് ചെയ്യുക ആൻഡ് അണ്ടർസ്റ്റാൻഡ് റീജിയണൽ ചേഞ്ചസ് റിസൾട്ടിങ് ഫ്രം മൈഗ്രേഷൻ ഉണ്ടാകുന്ന റീജിയണൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. റൈറ്റ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ പരിശീലനം. ഓക്കെ, തൊഴിൽ പരിശീലനത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? അതായത് നമുക്ക് എന്തെല്ലാം വേണം? സ്കില്ല് വേണം അല്ലെ, നമുക്ക് സ്കില്ല് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബ് ട്രെയിനിങ്, ജോലി ചെയ്തതിനിടയ്ക്ക് നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിക്കാനോ അങ്ങനെയുള്ള
സ്കില്ലുകൾ അല്ലെ അങ്ങനെയുള്ള സ്കില്ലുകൾ ആവശ്യമാണ്. അതിനുള്ള ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, വർക്കേഴ്സ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. സോ സർട്ടൺ ജോബ്സ് ലൈക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയ ജോലികൾക്ക് അല്ലെ പ്രൊഫഷണൽ ടീച്ചർ അക്വയർ പ്രൊഫഷണൽ സ്കിൽസോ ട്രെയിനിങ്ങിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഫഷണൽ സ്കിൽസ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അക്വയറിംഗ് ജോബ് ട്രെയിനിങ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. ജോബ് ട്രെയിനിങ് വിൽ ബിൽഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അതിന്റെ പീക്കിൽ എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ചില മേഖലകളിൽ എന്താവശ്യമാണ്, തൊഴിലുകൾ ലഭിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മേഖലയിൽ കൂടുതലായിട്ട് നൈപുണ്യ വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ്. കാരണം അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി അവിടെ കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന കാര്യം. ആൻഡ് ദെൻ ഫൈനലി ലാസ്റ്റ് വൺ, ആക്സസ് ടു ഇൻഫർമേഷൻ. എന്താണ് ആക്സസ് ടു ഇൻഫർമേഷൻ? ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് വരുന്നത്, സർവീസ് ഇൻ വേരിയസ് സെക്ടേഴ്സിൽ എഡ്യൂക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലോ ഗവൺമെന്റ് കുറേ അധികം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, enable human capital formation എപ്പോൾ, by ensuring access to information. ഈ വിവര ലഭ്യത കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചാലേ ഈ പറയുന്ന ഗവൺമെന്റിന്റെ സർവീസസ് യൂസ് ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അതുവഴി മാത്രമേ അവർക്ക് പോസിബിൾ ആകുള്ളൂ, അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പോസിബിൾ ആകുകയും ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഗവൺമെന്റ് കുറേ അധികം ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഹെൽത്ത് കെയറിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഹ്യൂമൻസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻ ക്യാപിറ്റലായി മാറാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നഷ്ടപ്പെടുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ സർവീസ് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യാനായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുകയും അത് യൂസ് ചെയ്യാനും സാധിക്കണം. റൈറ്റ്, അതാണ് ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും ഈ ചോദ്യം എക്സാമിന് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ചിലപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ചോദിക്കാം, എഡ്യൂക്കേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോബ് ട്രെയിനിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ചോദ്യം ഉറപ്പാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഒന്നെങ്കിൽ ഇത് മുഴുവനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണമായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നോട്ട്സ് കിട്ടാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.